വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ സെയിൽ സ്റ്റീൽ കോംപ്ലക്സ് അതീവ രഹസ്യമായി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത് വിവാദത്തിൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിന്റെ മറവിലാണ് 300 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാപനം 30 കോടി രൂപയ്ക്ക് വിറ്റത്. സർക്കാരിനെ കേൾക്കാതെയാണ് ട്രിബ്യൂണൽ വിധിയെന്നും ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഈ വിൽപ്പന നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR കോഴിക്കോട് നിന്നും ചേരുന്നു. റിയാസ്, 300 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാപനമാണ് 30 കോടി രൂപയ്ക്ക് വിറ്റത് എന്നാണ് ഉയരുന്ന ആരോപണം. വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതേ സ്ഥലത്തുള്ള ഈ സ്ഥാപനം തന്നെയാണ് ഇപ്പോൾ ഏറെ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇത് നേരത്തെ 2013 UDF സർക്കാരിൻ്റെ കാലത്ത് കാനറ ബാങ്കിൽ നിന്നും 45 കോടി രൂപ ഇതിൻ്റെ വികസനത്തിനായി വായ്പയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് വ്യവസായ വകുപ്പ് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. 2013 UDF ഭരണകാലത്ത് സ്ഥാപനം 45 കോടി രൂപയുടെ വായ്പയെടുക്കുന്നത്. അതായത് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ പേരിലാണ് അത് ഈ ഒരു സംഭവം നടക്കുന്നത്. ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് സമർപ്പിച്ച റെസൊല്യൂഷൻ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ കമ്പനി കൈമാറാൻ ഉത്തരവായിരിക്കുന്നത്. നാഷണൽ ലോ കമ്പനി ട്രിബ്യൂണലിൻ്റെ കൊച്ചി ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇപ്പോൾ റിസീവറായിരിക്കുന്ന അനീഷ് അഗർവാൾ ഇത് കമ്പനി കൈമാറാൻ സന്നദ്ധമാണ് എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു, ട്രിബ്യൂണലിനെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ മറവിലാണ് 30 കോടി രൂപയ്ക്ക് പദ്ധതി തയ്യാറാക്കി ഇത് ഛത്തീസ്ഗഡിലെ ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക്, അതായത് കൺസൾട്ടിംഗ് കമ്പനിക്ക് ഇത് കൈമാറിയിരിക്കുന്നത്. ഈ കൺസൾട്ടിംഗ് കമ്പനിക്ക് സ്റ്റീൽ വ്യവസായ രംഗത്ത് ഒരു മുൻപരിചയവുമില്ലാത്ത കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് ഇത് 300 കോടി രൂപയോളം വിലമതിക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം, 3 ഏക്കറിലധികം വരുന്ന ഈ സ്ഥലം, 3 ഏക്കറോളം വരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഇതിൻ്റെ ഒരു മതിപ്പ് വില മാത്രം 300 കോടി രൂപയുണ്ടാകും. അതാണ് 30 കോടി രൂപയ്ക്ക് കൈമാറിയിരിക്കുന്നത്. അത് പ്രധാനമായും വലിയ ഒരു ദുരൂഹതകൾക്ക് ഇടയാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷം ഇതിനെ ആരോപണമായി ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശ ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വകാര്യ കൺസൾട്ടൻസി കമ്പനിക്ക് ഇത് കൈമാറുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി വൈകി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകും എന്നുള്ളതാണ്. സർക്കാരിൻ്റെ വാദം കേൾക്കാതെയാണ് ട്രിബ്യൂണൽ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. സർക്കാരിന് ചെയ്യാൻ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. 2014 ഈ സ്ഥാപനം അടച്ചുപൂട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുവരെ 100 കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു ഇതിപ്പോൾ ഒരു അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു ഭൂമിയായി കിടക്കുന്നു. കോടതി വ്യവഹാരത്തിൻ്റെ പേരിൽ കാനറ ബാങ്ക് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന നിയമവ്യവഹാരത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ കിടക്കുന്ന ഒരു അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായതും 2014 അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായതും അന്ന് 2013 45 കോടി രൂപ വായ്പയെടുത്തത് ഇപ്പോൾ 107 കോടി രൂപയായി തീർന്നിട്ടുണ്ട്, കുടിശ്ശിക അടക്കം. ആ ഒരു സാഹചര്യത്തിലാണ് ട്രിബ്യൂണൽ ഇതൊരു കൈമാറ്റത്തിന് വേണ്ടി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് പ്രധാനമായും ഈ റിസീവറായിട്ടുള്ള സ്റ്റീൽ കോംപ്ലക്സ് റിസീവറായിട്ടുള്ള അനീഷ് അഗർവാൾ അപേക്ഷ നൽകുന്നു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ. കമ്പനി ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 30 കോടിക്ക് കൈമാറുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളും അതുവഴിയാണ് ഉണ്ടാകുന്നത്, ഒരു വിധി അതുവഴിയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, LDF സർക്കാർ 2ാമത്തെ തവണ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇത് സംരക്ഷിക്കുമെന്നൊരു വാക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമായാലും UDF സ്ഥാനാർത്ഥി MK രാഘവനായാലും ഈ സ്റ്റീൽ കോംപ്ലക്സ് ഓഫ് ഇന്ത്യയെ സംരക്ഷിക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയവരാണ്. MT രമേശ് അടക്കമുള്ള MDA സ്ഥാനാർത്ഥി MT രമേശ് അടക്കമുള്ളവർ ഇങ്ങനെയൊരു വാഗ്ദാനം നൽകിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവുണ്ടായിരിക്കുന്നതും. അതും 300 കോടി രൂപ വിലമതിക്കുന്ന സ്ഥലം 30 കോടി രൂപ ചുളുവിലേക്ക് ഒരു സ്വകാര്യ കൺസൾട്ടിംഗ് കമ്പനിക്ക്, അതും ഈ രംഗത്ത് പരിചയമില്ലാത്ത കമ്പനിക്ക് കൈമാറിയതിലാണ് ദുരൂഹത. എന്തായാലും ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. അതായത് സർക്കാരിനെ കേട്ടിട്ടില്ല, മാത്രമല്ല സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായാണ് ട്രിബ്യൂണലിൻ്റെ വിധി എന്ന് പറയുന്നു. ഈ കേന്ദ്ര പൊതുമേഖലയിലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഈ
ഇത് എന്ന് പറയുന്നത് സെയിൽ എന്ന് പറയുന്നത്. ആ സെയിലാണ് കൈമാറാൻ വേണ്ടി കമ്പനി ഉത്തരവുണ്ടായത്. ഈ മെയ് 2-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവൊക്കെ ഇറങ്ങിയത്. അത് ആ ഉത്തരവൊന്നും തന്നെ മാധ്യമങ്ങളോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം ഇത് ഛത്തീസ്ഗഡിലെ സ്വകാര്യ കൺസൾട്ടിംഗ് കമ്പനിക്ക് കൈമാറിയതിന് ശേഷം 30 കോടി രൂപയ്ക്ക് കൈമാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത്. ഇനിയിപ്പോൾ സർക്കാരിന് കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്, നിയമ പോരാട്ടം തന്നെയാണ് പ്രതിവിധി. ഇത് രാഷ്ട്രീയ വിവാദത്തിനും വഴി തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകുന്ന വിധത്തിലേക്ക് ഈ സെയിലിൻ്റെ വിൽപ്പന മാറും എന്നുള്ളത് ഉറപ്പാണ്. വൃന്ദ, അതേസമയം പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്താണ്? പ്രതിപക്ഷം ആരോപിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം പ്രതിപക്ഷം ആരോപിക്കുന്നത് കൃത്യമായി ഇത് പലതവണ ട്രിബ്യൂണലിൻ്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സർക്കാർ കൃത്യമായി ഇതിൽ വാദം നടത്താൻ തയ്യാറായില്ല. ഒപ്പം തന്നെ ഈ 45 കോടി രൂപയുടെ വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട് വന്ന കുടിശ്ശിക ോളം തിരിച്ചടവിനായുള്ള ഒരു വ്യവസ്ഥയും ഈ 2016 മുതൽ കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. LDF ഇതിനെ പ്രതിരോധിക്കുന്നത് ഇതിൻ്റെ വായ്പയെടുത്തത് 2014 UDF സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇതിൽ സംബന്ധിച്ചൊരു വായ്പയെടുത്തത്. ആ തീരുമാനം അബദ്ധമാണ്. ആ തീരുമാനമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് LDF ആരോപിക്കുന്നത്. എന്തായാലും രണ്ട് മുന്നണികൾക്കും LDF-നും UDF-നും ഒന്നും തന്നെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇതിൽ നിന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈ കഴുകാനാകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം കൃത്യമായി തൊഴിലാളികളോട് ഉത്തരം പറയേണ്ടി വരും. കാരണം വ്യവസായ വകുപ്പോ തൊഴിൽ സംഘടനകളോ ഒന്നും അറിയാതെയാണ് ഇത്തരത്തിലൊരു കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വരുന്ന ദിവസങ്ങളിൽ ഈ സെയിൽ സ്റ്റീൽ കോംപ്ലക്സിൻ്റെ കൈമാറ്റം വഴി തുറക്കുമെന്നുള്ളത് ഉറപ്പാണ്. വൃന്ദ, വ്യക്തമാണ്. കോഴിക്കോട് നിന്നും റിയാസ് KMR ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.